99 മെയ് മുതൽ ജൂലൈ വരെ ജമ്മു കശ്മീരിലെ കാർഗിൽ ജില്ലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു സൈനിക സംഘട്ടനമായിരുന്നു കാർഗിൽ യുദ്ധം. പാകിസ്ഥാൻ സൈനികരും തീവ്രവാദികളും ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറി കാർഗിൽ മേഖലയിലെ തന്ത്രപ്രധാനമായ ഉയരങ്ങൾ കൈവശപ്പെടുത്തി. 99 മെയ് മാസത്തിൽ കാർഗിൽ മേഖലയിൽ അസാധാരണമായ നീക്കങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും പ്രാദേശിക ആട്ടിടയന്മാരും പട്രോളിംഗും കണ്ടെത്തി. നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള പ്രധാന പർവ്വതശിഖരങ്ങളും വരമ്പുകളും പാകിസ്ഥാൻ സൈനികരും തീവ്രവാദികളും കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ പിന്തിരിപ്പിക്കാനും അധിനിവേശ പ്രദേശം തിരിച്ചുപിടിക്കാനും ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. 99 മെയ് മാസത്തിൽ നുഴഞ്ഞുകയറ്റം തുടച്ചു നീക്കുന്നതിനായി 2,00,000-ലധികം ഇന്ത്യൻ സൈനികരെ അണിനിരത്തി. കാലാൾപ്പടയുടെ ആക്രമണം, പീരങ്കി ബോംബാക്രമണം എന്നിവ അണിനിരത്തി. കരസേനയെ സഹായിക്കുന്നതിനായി ഓപ്പറേഷൻ സഫേദ് സാഗറിന് കീഴിൽ ഇന്ത്യൻ വ്യോമസേന പ്രവർത്തനങ്ങൾ നടത്തി. ശത്രുസ്ഥാനങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യൻ വ്യോമസേന നിർണായക പിന്തുണ പങ്കുവഹിച്ചു. MiG-21, MiG-27, മിറാഷ് 2000 തുടങ്ങിയ വിമാനങ്ങളും ഉപയോഗിച്ചും രഹസ്യാന്വേഷണ ഡ്രോണുകളും സംഘർഷം ഒഴിവാക്കാൻ വ്യോമാക്രമണങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ കർശനമായി നിരത്തി. പാകിസ്ഥാന്റെ ഏകദേശം 1000 സൈനികരും ഇന്ത്യയുടെ 500-ലധികം സൈനികരും കൊല്ലപ്പെട്ടു. അതിശക്തമായ കാലാവസ്ഥയിൽ ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധം ഇന്ത്യയുടെ സൈനിക ശേഷിയും രാഷ്ട്രീയ സംയമനവും അടയാളപ്പെടുത്തി. പാകിസ്ഥാൻ നയതന്ത്ര സമ്മർദ്ദം നേരിടുകയും ശേഷിക്കുന്ന സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. 99 ജൂലൈ 26 ഇന്ത്യ അധിനിവേശ പോസ്റ്റുകളിൽ ഭൂരിഭാഗവും വിജയകരമായി തിരിച്ചുപിടിച്ചു. രക്തസാക്ഷികൾ ആയ ക്യാപ്റ്റൻ വിക്രം ബത്ര, ലെഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, ഗുരുതരമായ പരിക്കുകൾക്കിടയിലും അതിജീവിച്ച ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ് റൈ, റൈഫിൾമാൻ സഞ്ജയ് കുമാർ ഇവരായിരുന്നു അന്നത്തെ യുദ്ധവീരന്മാർ. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ആയി ആചരിക്കുന്നു.